ഹലോ എവ്രി വൺ, സ്വാഗതം പുതിയ ഒരു അധ്യായത്തിലേക്ക്. ഇന്ന് നമ്മൾ ഗബ്രിയേൽ ഒക്കാരയുടെ വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ എന്ന വളരെ പ്രശസ്തമായ പുതിയ സൊസൈറ്റിയുടെ, മോഡേൺ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വഭാവത്തിന് കാലക്രമേണ വരുന്ന മാറ്റങ്ങളുടെ വളരെ മികച്ച, വളരെ സിമ്പിൾ ഭാഷയിൽ നടത്തുന്ന, അതേസമയം വായനക്കാരനെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ ഒരു അച്ഛൻ മകനോട് സംസാരിക്കുന്നത് പോലെ പറയുന്ന ഗംഭീരമായൊരു കവിതയാണ് ലൈൻ ബൈ ലൈനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ തീംസിനെ കുറിച്ച്, എങ്ങനെയാണ് അത് എങ്ങനെയാണ് അദ്ദേഹം അത് എക്സ്പ്രസ് ചെയ്യുന്നതിൽ വിജയിക്കുന്നത് എന്നതിനെക്കുറിച്ചും പറയാം. ഫസ്റ്റ് ആൻസർ: വൺസ് അപ്പോൺ എ ടൈം സൺ, മോനെ പണ്ടൊരിക്കൽ, ദേ യൂസ് ടു ലവ് വിത്ത് ദിയർ ഹാർട്ട്സ് ആൻഡ് ലവ് വിത്ത് ദിയർ ഐസ്. അവർ അവരുടെ ഹൃദയങ്ങൾ കൊണ്ട് ചിരിക്കുമായിരുന്നു, അവരുടെ കണ്ണുകൾ കൊണ്ടും അവർ ചിരിക്കുമായിരുന്നു. ചിരി സന്തോഷത്തിൻ്റെ പ്രതിഫലനമായി ഹൃദയം എന്ന് വെച്ചാൽ അവിടെ മനസ്സാണ് ഉദ്ദേശം. ഹൃദയത്തിൽ നിന്നാണോ ചിരി വരുന്നത് എന്ന് ചോദിക്കരുത്. കവിക്ക് ഹൃദയം എന്ന് വെച്ചാൽ മനസ്സാണ്. ഹൃദയത്തിലുള്ള സന്തോഷത്തിൻ്റെ പ്രതിഫലനമായിരുന്നു ചിരി. ഹൃദയം കൊണ്ടാണ് ചിരിച്ചിരുന്നത്. ആ ചിരി കണ്ണുകളിൽ പ്രതിഫലിച്ചിരുന്നു, അല്ലേ? അപ്പോൾ ഹൃദയങ്ങൾ കൊണ്ടും കണ്ണുകൾ കൊണ്ടും അവരൊരിക്കൽ ചിരിച്ചിരുന്നു. ബട്ട് നൗ, പക്ഷേ ഇന്ന്, ദേ ഓൺലി ലവ് വിത്ത് ദിയർ ടീത്ത്, ഇന്ന് അവർ ചിരിക്കുന്നത് പല്ലുകൾ കൊണ്ട് മാത്രമാണ്. വൈൽ, അതേസമയം, ദിയർ ഐസ് ബ്ലോക്ക് കോൾഡ് ഐസ്, അവരുടെ ഐസ് ബ്ലോക്കുകളെപ്പോലെ തണുത്തുറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ഒരു വികാരവുമില്ലാത്ത, നിർവികാരമായി നിൽക്കുന്ന, നിർവികാരതയോടെ നോക്കുന്ന കണ്ണുകൾ. സെർച്ച് ബിഹൈൻഡ് മൈ ഷാഡോ, എൻ്റെ പിറകിൽ, അന്വേഷണത്തിലാണ് മൈ ഷാഡോ, എൻ്റെ നിഴലുകളെ. എന്ന് വെച്ചാൽ എൻ്റെ പിന്നാമ്പുറങ്ങളിൽ എന്തെങ്കിലും കരിനിഴലുകളുണ്ടോ, കറുത്ത അടയാളങ്ങളുണ്ടോ എന്ന അന്വേഷണത്തിലാണ് ആളുകൾ. അവർ ചിരിക്കുന്നുണ്ട്, പക്ഷേ ചിരി പല്ലുകളിൽ മാത്രമേ ഉള്ളൂ. ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിരിയല്ല. ആ ചിരി അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നില്ല. കണ്ണുകൾ നിശ്ചലമായി അല്ലെങ്കിൽ നിർവികാരതയോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ ചിരി, ഹൃദയത്തിൻ്റെ സന്തോഷം കണ്ണുകളിൽ പ്രതിഫലിക്കുന്ന ചിരി ഇപ്പോൾ ആളുകൾക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആളുകൾക്ക്, ആളുകൾ ചിരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ വയസ്സായ ആളാണ്, അല്ലേ? അത് കുറച്ചുകൂടെ സൺ എന്ന് വിളിച്ചല്ലോ, മോനെ എന്ന് വിളിച്ചപ്പോൾ പറയുന്നത് അച്ഛനാണ് എന്ന് മനസ്സിലായി, അല്ലേ? അപ്പോൾ അച്ഛൻ പറയാണ്, ഇപ്പോൾ ആളുകളൊക്കെ അങ്ങനെയാണ്. there was a time indeed, തീർച്ചയായും ഒരു കാലമുണ്ടായിരുന്നു. they used to shake hands with their hearts, ഹൃദയം കൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് നൽകിയിരുന്ന കാലം. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിരുന്നത് കൈകൾ കൊണ്ടായിരുന്നില്ല, ഹൃദയം കൊണ്ടായിരുന്നു. മനസ്സറിഞ്ഞ ഷെയ്ക്ക് ഹാൻഡുകൾ. ബട്ട് ദാറ്റ്സ് ഗോൺ സൺ, പക്ഷേ ആ കാലം പോയി മോനെ. നൗ, ഇപ്പോഴോ, ദേ ഷേക്ക് ഹാൻഡ്സ് വിതൗട്ട് ഹാർട്ട്സ്, ഹൃദയമില്ലാതെ വെറുതെ അവർ കൈപിടിച്ച് കുലുക്കുക മാത്രം ചെയ്യുന്നു. വായിൽ, അതേസമയം അത് ചെയ്യുന്ന സമയത്ത് തന്നെ, ദെയർ ലെഫ്റ്റ് ഹാൻഡ്സ്, അവരുടെ ഇടത് കരങ്ങൾ, സെർച്ച് മൈ എംപ്റ്റി പോക്കറ്റ്സ്, എൻ്റെ കാലിയായ പോക്കറ്റുകളിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നോട് സ്നേഹം കാണിച്ചിട്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ, എന്തെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാകുമോ എന്ന് അന്വേഷിക്കുകയാണ് ആളുകൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ പോലും. പണ്ടൊക്കെ ആളുകൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിരുന്നത് ഹൃദയം കൊണ്ടായിരുന്നു, ആത്മാർത്ഥമായ ഷെയ്ക്ക് ഹാൻഡുകളായിരുന്നു. പക്ഷെ ഇന്ന് ആളുകളെ അങ്ങനെയല്ല. അപ്പോൾ കാലം ഒരുപാട് മാറിപ്പോയി. ഇന്ന് മോഡേൺ സൊസൈറ്റിയിൽ ആളുകൾ ഇങ്ങനെയാണ് എന്ന ക്രിറ്റിസിസമാണ് ആദ്യ വായനയിൽ നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യ ഭാഗത്ത് എന്നല്ല, ആദ്യ വായനയിൽ മനസ്സിലാകുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിൽ കൂടുതൽ മികച്ചു നിൽക്കുന്ന തീം കാലക്രമേണ മനുഷ്യന് പ്രായമായി വരുമ്പോൾ, ചൈൽഡ്ഹുഡിൽ നിന്ന് വളർന്നു വരുന്ന സമയത്ത് മനുഷ്യൻ്റെ ഇന്നസെൻസ് ലോസ് ആകുന്നതിനെക്കുറിച്ചാണ്, ലോസ് ഓഫ് ഇന്നസെൻസിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് തോന്നും. ഫീൽ അറ്റ് ഹോം, നെക്സ്റ്റ് ആൻസർ, കം അഗെയിൻ ദേ സേ, അവർ പറയും ഫീൽ അറ്റ് ഹോം എന്ന് വെച്ചാൽ ബി കംഫർട്ടബിൾ, ഇവിടെ നിങ്ങൾക്ക് സുഖമായിരിക്കട്ടെ, ഇവിടെ സുഖമായിട്ടിരുന്നോളൂ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തോളൂ, വന്നോളൂ, കം അഗെയിൻ, ഇനിയും വന്നോളൂ എന്നൊക്കെ പറയും. ആൻഡ് വെൻ ഐ കം അഗെയിൻ, അത് കേട്ട് ഞാൻ വീണ്ടും വരികയാണെങ്കിലോ, ആൻഡ് ഫീൽ അറ്റ് ഹോം, അവിടെ എൻജോയ് ചെയ്യുകയാണെങ്കിലോ, അവിടെ കംഫർട്ടായൊരു പ്ലേസാണ് എന്ന് കരുതിയിട്ട് വീണ്ടും വന്നോളൂ, ഇവിടെ കംഫർട്ടായിട്ട് ഇരുന്നോളൂ എന്ന സ്ഥലത്തേക്ക് ഞാൻ വീണ്ടും വരികയാണെങ്കിലോ, വൺസ്, ഒരിക്കലാവാം, ട്വൈസ്, രണ്ടൊരിക്കലാവാം, there will be no thrice, മൂന്നാമതൊരിക്കൽ
വരാൻ പറ്റില്ല. ഫോർ കാരണം ദെൻ ഐ ഫൈൻഡ്, അങ്ങനെ മൂന്നാമതും ഞാൻ വരികയാണെങ്കിൽ ദെൻ ഐ ഫൈൻഡ്, എനിക്ക് കാണാൻ കഴിയുക ഡു ഷട്ട് ഓൺ മീ, അടഞ്ഞു കിടക്കുന്ന, ഞാൻ കയറാതിരിക്കാൻ വേണ്ടി എൻ്റെ മുന്നിൽ അടക്കപ്പെട്ട വാതിലുകൾ മാത്രമായിരിക്കും. അപ്പോൾ കം അഗെയിൻ, ഫീൽ ബി കംഫോർട്ട് ഹിയർ, ഫീൽ അറ്റ് ഹോം എന്നൊക്കെ ആളുകൾ ചുമ്മാ പറയുകയാണ്. ഒരു തവണ ചെല്ലാം, 2 തവണയും ആവാം, മൂന്നാമതൊരിക്കൽ നിങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ല. സോ ഐ ഹാവ് ലേൺ മെനി തിങ്സ് ആണ് മോനെ, അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിക്കുന്ന എൻ്റെ ചുറ്റുപാട്, മോഡേൺ ലോകം ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ്? അപ്പോൾ ഇനി പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ 2 സ്റ്റാൻസുകളാണ് പറയേണ്ടത്. 3 സ്റ്റാൻസുകൾ വരുന്നുണ്ട്. ഓക്കെ. ഐ ഹാവ് ലേൺഡ് ടു വിയർ മെനി ഫേസസ്, പല മുഖങ്ങൾ എടുത്തണിയാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്കൊരു മുഖമല്ല, പല മുഖങ്ങൾ എടുത്തണിയാം. മനുഷ്യന് ആദ്യമൊക്കെ ഒറ്റ മുഖമുണ്ട്, മനസ്സിലെന്താണോ അത് മുഖം, അല്ലേ? മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം. പക്ഷേ ഇപ്പോൾ മനസ്സിലുള്ളത് വേറെയും മുഖത്ത് പ്രതിഫലിക്കുന്നത് വേറെയാണ് മോഡേണായിട്ട്. ദെൻ എന്തൊക്കെയാണ്? ലൈക്ക് ഡ്രസ്സസ്, വസ്ത്രങ്ങൾ പോലെ മുഖമെടുത്ത് മാറാൻ. ഹോം ഫേസ്, വീട്ടുമുഖം. ഓഫീസ് ഫേസ്, ഓഫീസ് മുഖം. വീട്ടിലും ഓഫീസിലും രണ്ട് മുഖങ്ങളാണ്. പിന്നെ സ്ട്രീറ്റ് ഫേസ്, തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു മുഖം. ഹോസ്റ്റ് ഫേസ്, കോക്ടെയിൽ ഫേസ്. ഹോസ്റ്റ് ഫേസ്, നമ്മൾ ആതിഥേയനാകുമ്പോൾ ഒരു മുഖം. കോക്ടെയിൽ ഫേസ്, നമ്മൾ വിരുന്നുകാരാകുമ്പോൾ മറ്റൊരു മുഖം. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ കോക്ടെയിൽ എന്ന് വെച്ചാൽ വിരുന്ന് എന്ന അർത്ഥം കിട്ടിയെന്ന് വെച്ചാൽ, കോക്ടെയിലിൻ്റെ വാക്കിനർത്ഥം നമ്മളൊരു സദ്യയ്ക്ക് മുമ്പ് കഴിക്കുന്ന, ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി കഴിക്കുന്ന മിക്സ്ഡായ ആൽക്കഹോൾ, മിക്സ്ഡായ മദ്യം, അങ്ങനെയാണ്. ഒരു മദ്യത്തിൻ്റെ മിശ്രിതമാണ് കോക്ടെയിൽ. പക്ഷേ കോക്ടെയിൽ പാർട്ടി എന്ന ഒരു പ്രയോഗത്തിൽ നിന്ന് നമുക്കതൊരു വിരുന്ന് എന്ന മീനിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു പദത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഇവിടെ കവിതയിൽ ഹോസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരാളെ സൽക്കരിക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ഒരു മുഖം. അതിൻ്റെ തൊട്ടടുത്ത് കോക്ടെയിൽ ഫേസ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും അനുയോജ്യമായ അർത്ഥം എന്താണ്? നമ്മൾ വിരുന്നുകാരാകുമ്പോൾ, വിരുന്നിന് ചെല്ലുമ്പോഴുള്ള ഒരു മുഖം, അല്ലേ? ഹോസ്റ്റ് ഫേസ് നമ്മൾ ആതിഥേയനാകുമ്പോഴുള്ള മുഖം, കോക്ടെയിൽ ഫേസ് നമ്മൾ അതിഥികളാകുമ്പോഴുള്ള മുഖം. ഇങ്ങനെ പലതരത്തിലുള്ള മുഖങ്ങൾ എടുത്തണിയാൻ, വസ്ത്രം പോലെ എടുത്തണിയാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. വിത്ത് ഓൾ ദെയർ കൺഫോമിങ് സ്മൈൽസ്, ഓരോന്നിനും അനുയോജ്യമായ ചിരികളോടുകൂടെ, അല്ലേ? ഓൾ ദെയർ, അവയുടെ കൺഫോമിങ് സ്മൈൽസ്, അവയ്ക്ക് അനുയോജ്യമാകുന്ന ചിരികളോടുകൂടെ. ലൈക്ക് എ ഫിക്സ്ഡ് പോർട്രേറ്റ് സ്മൈൽ, ഒരു സ്ഥിരമായി സ്ഥാപിക്കപ്പെട്ട ഒരു ചിത്രം പോലെ, അല്ലേ? ഒരു ഛായാപടം കണക്കെ മുഖത്ത് വരച്ചു ചേർത്ത് വെച്ച ചിത്രം പോലെ കുറേ ചിരികളെടുത്ത്, ഓരോ മുഖങ്ങൾ, വ്യത്യസ്ത മുഖങ്ങൾക്ക് അനുയോജ്യമായ ചിരികളെടുത്ത് അണിയാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ആൻസ, ആൻഡ് ഐ ഹാവ് ലേൺ ടു, ഞാൻ ഇതും പഠിച്ചിട്ടുണ്ട്. എന്ത്? ടു laugh with only my teeth, എൻ്റെ പല്ലുകൾ കൊണ്ട് മാത്രം ചിരിക്കുവാൻ. ആൻഡ് ഷെയ്ക്ക് ഹാൻഡ്സ് വിതൗട്ട് മൈ ഹാർട്ട്, എൻ്റെ ഹൃദയമില്ലാതെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുവാൻ. ചുമ്മാ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, മനസ്സറിഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയല്ല. ഐ ഹാവ് ഓൾസോ ലേൺ ടു സേ, അതുപോലെ ഞാൻ പഠിച്ചു ടു സേ, പറയാൻ പഠിച്ചിരിക്കുന്നു. ഗുഡ് ബൈ എന്ന് പറയാൻ പഠിച്ചിരിക്കുന്നു. എന്താ ഗുഡ് ബൈ എന്ന് പറയാൻ പ്രയാസം? അതല്ല പഠിച്ചിരിക്കുന്നത്. എന്താ? ടു സേ ഗുഡ് ബൈ വെൻ ഐ മീൻ ഗുഡ് റിഡൻസ്. ഗുഡ് റിഡൻസ് എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. ഗുഡ് റിഡൻസ് എന്ന് മനസ്സിൽ കരുതിയിട്ട് ഗുഡ് ബൈ എന്ന് പറയാൻ ഞാൻ പഠിച്ചു. ഗുഡ് ബൈ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വീണ്ടും കാണാം എന്നാണ് അർത്ഥം, അല്ലേ? ഓക്കെ. അപ്പോൾ ഗുഡ് ബൈ എന്നാണ് പറയുന്നത്, പക്ഷേ മനസ്സിലുള്ളത് എന്താണ്? ഗുഡ് റിഡൻസ് എന്ന്, രക്ഷപ്പെട്ടു, സമാധാനമായി എന്നാണ്. പോയി കിട്ടിയല്ലോ. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നിനെ പറഞ്ഞയക്കലാണ് ഗുഡ് റിഡൻസ്. റിഡൻസ് എന്ന് വെച്ചാൽ ഒഴിപ്പിക്കലാണ്, ബാധ ഒഴിപ്പിക്കലാണ്. അപ്പോൾ മനസ്സിലുള്ളത് സമാധാനമായി എന്നാണ്, പക്ഷേ പറയുന്നത് എന്താണ്? ഗുഡ് ബൈ, വീണ്ടും കാണാമെന്ന്. അങ്ങനെ പറയാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. ടു സേ, പിന്നെ ഞാൻ പറയാൻ പഠിച്ചിരിക്കുന്നു. ഗ്ലാഡ് ടു മീറ്റ് യു, കണ്ടതിൽ സന്തോഷമെന്ന്. വിതൗട്ട് ബീയിങ് ഗ്ലാഡ്, സന്തുഷ്ടനാവാതെ തന്നെ. ആൻഡ് ടു സേ ഇറ്റ്സ് ബീൻ നൈസ് ടോക്കിംഗ് ടു യു, നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ നന്നായി എന്ന്, അത് വളരെ നന്നായി എന്ന് ഞാൻ പറയാൻ പഠിച്ചു. ആഫ്റ്റർ ബീയിങ് ബോർഡ്, ആ സംസാരിച്ചതിൽ വളരെ ബോർഡായിരിക്കുന്നതിന് ശേഷവും. ഒരാളെ കണ്ടുമുട്ടി സംസാരിച്ച് ബോറടിച്ചിരിക്കുകയാണ്, അപ്പോഴും നിങ്ങളെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞത് നന്നായി എന്ന് പറയാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. ഇങ്ങനെ മനസ്സിലുള്ളത് പുറത്തു പറയാതെ ഗുഡ് റിഡൻസ് എന്ന് മനസ്സിൽ കരുതി ഗുഡ് ബൈ പറയാനും, ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് പറയാനും, ഗ്ലാഡ് അല്ലെങ്കിലും അങ്ങനെ പറയാനും, കണ്ടതിൽ സന്തോഷം എന്ന് പറയാനും എല്ലാം ഞാൻ പഠിച്ചിരിക്കുന്നു. മനസ്സിലുള്ളത് അതേപോലെ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ചുറ്റുപാടാണ് എനിക്കുള്ളത്, അതുകൊണ്ട് ഞാനും അതുപോലെ പഠിച്ചിരിക്കുന്നു. പിന്നെയോ നെക്സ്റ്റ് ആൻസർ. നെക്സ്റ്റ് ആൻസർ, ബട്ട് ബിലീവ് മീ സൺ, പക്ഷേ മോനെ നീ എന്നെ വിശ്വസിക്കൂ. ഐ വോണ്ട് ടു ബി വാട്ട് ഐ യൂസ് ടു ബി വെൻ ഐ വാസ് ലൈക്ക് യു. ഐ വോണ്ട് ടു ബി, എനിക്ക് ആവാൻ താല്പര്യമുണ്ട്. വാട്ട് ഐ യൂസ് ടു ബി, ഞാൻ ആയിരുന്നതുപോലെ.
എപ്പോൾ വെൻ ഐ വാസ് ലൈക്ക് യു, ഞാൻ നിന്നെപ്പോലെയായിരുന്ന കാലത്ത്, നിൻ്റെ പ്രായത്തിൽ ഞാൻ എങ്ങനെയായിരുന്നോ അതുപോലെ എനിക്ക് ഇനിയും ആവാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് കൂടുതൽ മികച്ചു നിൽക്കുന്ന ഒരു തീം, കവി തന്നെ നേരിട്ട് പറയുന്ന ഒരു തീം, ചെറുപ്പത്തിൽ ചൈൽഡ്ഹുഡിൽ നിന്ന് വളർന്നു വന്നപ്പോൾ, മുതിർന്നു വന്നപ്പോൾ മുതിർന്നവരുടെ കപടഭാവങ്ങൾ കാലക്രമേണ പഠിച്ചെടുക്കുന്നതിനെക്കുറിച്ചാണ് കവി കൂടുതൽ പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ മോഡേൺ ഏജിനെ കുറിച്ചുള്ള ക്രിറ്റിസിസം മാത്രമല്ല, ഒരു ചെറുപ്പകാലത്ത് ഞാനും നിന്നെപ്പോലെ ആയിരുന്നു, ഇന്ന് ഞാൻ ഒരു കപടനായിരിക്കുന്നു. മുതിർന്നവരൊക്കെ കപടന്മാരാണ്, മുതിരും തോറും വലുതാകും തോറും നമ്മൾ കപടമുഖങ്ങൾ കാണിക്കാൻ പഠിക്കുകയാണ്. പക്ഷേ മോനെ, നീ എന്നെ വിശ്വസിക്കണം, നിന്നെപ്പോലെ ആയിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നോ അങ്ങനെ ഇനിയും ആവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഐ വോണ്ട് ടു അൺലേൺ ഓൾ ദീസ് മ്യൂഡിങ് തിങ്സ്. ഞാൻ ഇതെല്ലാം അൺലേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അൺലേൺ എന്ന് വെച്ചാൽ ലേൺ ചെയ്യുക എന്നതിൻ്റെ ഓപ്പോസിറ്റ് ടേമായിട്ടാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പഠിച്ചെടുത്തതെല്ലാം ഒഴിവാക്കാൻ. ഓൾ ദീസ് മ്യൂഡിങ് തിങ്സ്, ഈ മടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഒരു പ്രയോജനവുമില്ലാത്ത എല്ലാ കാര്യങ്ങളും, ഒന്നിനും ഒരു ശബ്ദം നൽകാത്ത, ഉത്സാഹം നൽകാത്ത. മ്യൂട്ടിങ് എന്ന് പറഞ്ഞാൽ ഉള്ളതിനെയെല്ലാം, നിലവിലുള്ളതിനെയെല്ലാം തളർത്തിക്കളയുന്ന, അതാണ് മ്യൂട്ടിങ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം അൺലേൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മോസ്റ്റ് ഓഫ് ഓൾ, അതിലെല്ലാം ഉപരി ഐ വോണ്ട് ടു റീലേൺ, ഞാൻ വീണ്ടും പഠിക്കാൻ ഉദ്ദേശിക്കുന്നു ഹൗ ടു ലാഫ്, എങ്ങനെയാണ് ചിരിക്കേണ്ടതെന്ന്. ഫോർ മൈ ലാഫ് ഇൻ ദ മിറർ, കാരണം എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ചിരിക്കേണ്ടതെന്ന് പഠിക്കാൻ പറയുന്നത്, കാരണം ഇൻ ദ മിറർ, കണ്ണാടിയിൽ എൻ്റെ ചിരി എങ്ങനെയാണ്, ഷോസ് ഓൺലി മൈ ടീത്ത്, എൻ്റെ പല്ലുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. കണ്ണാടിയിൽ നോക്കി ഞാൻ ചിരിക്കുമ്പോൾ എനിക്കെൻ്റെ പല്ലുകൾ മാത്രമേ കാണുന്നുള്ളൂ, എൻ്റെ ചിരി കാണുന്നില്ല, ചിരിയില്ല. പല്ലുകൾ കൊണ്ട് എന്തോ കാണിക്കുകയാണ് മനുഷ്യൻ. ഇതുപോലെ മൈ ടീത്ത്, എൻ്റെ പല്ലുകൾ മാത്രം കാണുന്നു. ലൈക്ക് എ സ്നേക്സ് ബേവ് ഫാങ്സ്, ഒരു സർപ്പത്തിൻ്റെ വ്യക്തമായി കാണുന്ന ദംഷ്ട്രകൾ പോലെ, വിഷപ്പല്ലുകൾ പോലെ. സർപ്പത്തിൻ്റെ വായ പൊളിച്ചാൽ പല്ലുകൾ ഇങ്ങനെ കൂർത്തു നിൽക്കുന്നുണ്ടാവുമല്ലോ, ആ പല്ലിനാണ് ഫാങ് എന്ന് പറയുന്നത്. അതുപോലെ എൻ്റെ പല്ലുകൾ ഇങ്ങനെ തെളിഞ്ഞ് കൂർത്തു നിൽക്കുന്നതല്ലാതെ എനിക്കൊന്നും കാണുന്നില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ശരിക്കൊന്ന് ചിരിക്കേണ്ടത് എന്ന് ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ബെയർ എന്ന് വെച്ചാൽ നഗ്നമായ, മറകളില്ലാതെ വ്യക്തമായി കാണുന്ന എന്നർത്ഥം. ദ ലാസ്റ്റ് ആൻസ, സോ ഷോ മീ സൺ, അതുകൊണ്ട് കവി ഉപസംഹരിക്കുകയാണ്, മോനെ നീ എനിക്ക് കാണിച്ചു തരൂ ഹൗ ടു ലാഫ്, എങ്ങനെയാണ് ചിരിക്കേണ്ടതെന്ന്. ഷോ മീ ഹൗ ഐ യൂസ് ടു ലാഫ് ആൻഡ് സ്മൈൽ വൺസ് അപ്പോൺ എ ടൈം വെൻ ഐ വാസ് ലൈക്ക് യു. എനിക്ക് കാണിച്ചു തരൂ ഞാൻ നിന്നെപ്പോലെ ഇരുന്ന കാലത്ത് എങ്ങനെയാണ് ഞാൻ ചിരിച്ചിരുന്നത് എന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ. അപ്പോൾ കുഞ്ഞുങ്ങൾ മാത്രമാണ് ഈ ലോകത്ത് കപടതയില്ലാത്തവരായിട്ടുള്ളത്, ബാക്കിയുള്ളവരെല്ലാം കപടമുഖങ്ങൾ കാണിക്കാൻ ശീലിച്ചവരാണ്. ഞാനാവട്ടെ ഇതെല്ലാം അൺലേൺ ചെയ്ത് നിന്നെപ്പോലെ ഇരുന്ന കാലത്ത്, ആ കാലത്തേക്ക് തിരിച്ചു പോകാൻ, ആ കാലത്തിൻ്റെ ആത്മാർത്ഥതയിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മോഡേൺ സിറ്റുവേഷനെയും അതുപോലെ ചൈൽഡ്ഹുഡിൽ നിന്നും വളർന്നു വരുന്ന ഒരു മനുഷ്യനെ ടൈം വരുത്തുന്ന മാറ്റം, കാലക്രമേണ മനുഷ്യൻ പഠിച്ചെടുക്കുന്ന ആ ഒരു ലോസ് ഓഫ് ഇന്നസെൻസിനെയും കുറിച്ച് പറയുന്ന, ആത്മാർത്ഥതയില്ലായ്മയെക്കുറിച്ച്, റിലേഷൻഷിപ്പിൻ്റെ ബോൺനെസ് അതിനെക്കുറിച്ച്, അതിൻ്റെ വാല്യൂവിനെക്കുറിച്ച്, ബന്ധങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ച്. ബന്ധങ്ങൾ വളരെ ഭംഗിയാക്കി കാണിക്കാൻ മാത്രം, അപ്പിയറൻസിൽ മാത്രം ഭംഗിയുള്ള ബന്ധങ്ങളാണ് നിലവിലുള്ളത്, അല്ലേ? മൂല്യങ്ങളുള്ള, അതുപോലെ തീക്ഷ്ണതയുള്ള ബന്ധങ്ങളല്ല. അപ്പം അങ്ങനെയുള്ള സോഷ്യൽ സിസ്റ്റത്തെ വിമർശിക്കുന്ന വളരെ രസകരമായൊരു കവിതയാണ്. ഓക്കെ, താങ്ക് യു.